മലയാളികൾ ധാരാളമുള്ള ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഫിലിം ഫെസ്റ്റിവലുകൾ നടത്താൻ ആലോചനയുണ്ടെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി മീഡിയ വണ്ണിനോട്. ഇന്ന് 40% സിനിമകൾ നിർമ്മിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ മലയാളികളാണ്. അവർക്കിവിടെ വരാൻ കഴിയില്ലെങ്കിൽ അവർ ഉള്ളിടത്തേക്ക് നമ്മൾ പോകണം. മേളയിൽ ഫ്രീ പാസ് നൽകുന്നത് നിയന്ത്രിക്കുന്നത് ആലോചിക്കുമെന്നും റസൂൽ പൂക്കുട്ടി മീഡിയ വണ്ണിനോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. അത് ഒരു ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മീഡിയയുടെ മുമ്പിൽ എനിക്ക് ഇപ്പം അത് ശരിയാണോ അല്ല അത് നടക്കുമോ ഇല്ലെന്ന് ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതൊരുപാട് തീർച്ചയായിട്ടും എന്തേ നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾ ദുബൈയിലല്ലേ, ഏറ്റവും കൂടുതൽ മലയാളികൾ മിഡിൽ ഈസ്റ്റിലല്ലേ, അവർക്ക് ഇഫ്കെ കാണണ്ടേ. അവരും പിന്നെ ഇന്ത്യയിലെ വേറൊരു വശം ഞാൻ പറയട്ടെ. ഇന്ന് മലയാള സിനിമ ഉണ്ടാക്കുന്ന ആരാ? 40% മലയാള സിനിമ ഉണ്ടാക്കുന്നത് കേരളത്തിന് പുറത്ത് മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന മലയാളികളാണ്, സിനിമ സ്നേഹിക്കുന്ന മലയാളികളാണ്. അവർ കഷ്ടപ്പെട്ട് പോയി ഒരു മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിന് ശേഷം അവരാണ് വന്നിട്ട് സിനിമ ഉണ്ടാക്കുന്നത്. അവരെ ഞാൻ എങ്ങനെയാണ് ഇഗ്നോർ ചെയ്യുന്നത്? അവരെ എന്തുകൊണ്ട് സിനിമ മാറ്റി നിർത്തണം? അവർക്ക് എന്തുകൊണ്ട് മലയാള സിനിമയിൽ ഉണ്ടാകുന്ന ഒരു ഫെസ്റ്റിവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൂടാ? അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തതെങ്കിൽ അവർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അവരുള്ളിടത്തേക്ക് നമ്മൾ പോവുക. അത് ഒരു സാധാരണ ദൗത്യം, അതായത് കാലത്തിനനുസരിച്ച് പോകുന്നൊരു ദൗത്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് ഞങ്ങൾ മറ്റൊരു വലിയ ഭാഷയൊന്നും കൊടുക്കണ്ട. അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തും. നമ്മുടെ ഗൾഫിലെ മലയാളികളെ ഇതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളത് എൻ്റെ അടങ്ങാത്ത ഒരു ആഗ്രഹമാണ്. അത് ഞാൻ നിലകൊള്ളും, അത് നടത്തും. ഫെസ്റ്റിവലിന് പാസ് കൊടുക്കുമ്പം ആ പാസ് വാങ്ങി അവിടെ വരുന്ന ആളുകൾ സിനിമയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം. അതാണല്ലോ എൻ്റെ ഒരു ഉദ്ദേശം. അപ്പം അങ്ങനെ അല്ലാത്ത പാസുകൾ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അത് എത്രത്തോളം ഇപ്പോൾ ഈ നടക്കുന്ന ഫെസ്റ്റിവൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തിട്ടമില്ല. കാരണം അതിൻ്റെ ഡ്യൂ പ്രോസസ്സ് ഭയങ്കര ആ ഒരു പ്രോസസ്സിലേക്ക് ഞാൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലേക്ക് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എനിക്ക് കയറാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്ന് സിനിമ കണ്ടാൽ മതി എന്ന് ശഠിക്കുന്ന ഒരു ഭാഗത്തിനോടും എനിക്ക് യോജിപ്പില്ല. സിനിമ എല്ലാവരും വന്ന് കാണണം. അതിപ്പം ഒരു അലൈഡ് മിനിസ്ട്രിയിലുള്ള ഒരാൾ ഒരു പാസ് ചോദിച്ചു, നമ്മൾ ഇഷ്യൂ ചെയ്ത് പാസ് ചെയ്തു. അയാൾ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ എങ്കിലും അതെന്നെ സംബന്ധിച്ചുള്ള സിനിമ എഡ്യൂക്കേഷനാണ്. അതൊരു ഡിസേണിങ് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് ഈ സിനിമ പാസുകൾ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന ഒരു എലീറ്റ് വാദമൊന്നും എനിക്കില്ല. ആർക്കും കൊടുക്കാം, ആരും വന്ന് സിനിമ കാണാം. സിനിമയുടെ ഉദ്ദേശം അതാണ്. നമ്മൾ സിനിമയെ ജനങ്ങളിലേക്ക് കൊണ്ടുപോയ സമൂഹമാണ്. അതാണ് ഇവിടുത്തെ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ്കെ ചെയ്യുന്നത് അതാണ്. അതിൽ ചിലപ്പോൾ കുറച്ച് അല്ലറ ചില്ലറ പാഴ്ചകൾ വന്നിട്ടുണ്ടാകാം. അത് നമ്മൾ ഒരു ഒത്തൊരുമയുടെ പേരിൽ മാറ്റിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു കോൺട്രവേഴ്സി ആക്കേണ്ട ആവശ്യമില്ല. ഈ നമ്പറുകൾ ഒരുപക്ഷെ ഊതിപ്പെരിപ്പിച്ചിട്ട് നമ്പറുകളായിരിക്കാം. നമുക്ക് ആകെ 13,000 നമുക്ക് കൊടുക്കാൻ, നമുക്ക് സീറ്റുകളുള്ളതിനേക്കാൾ ഒരുപാട് പാസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം പലപ്പോഴും പലരും അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാറില്ല. അത് റെഗുലറൈസ് ചെയ്യുക, ഈ ഷോയിലേക്ക് ബുക്കിംഗ് റെഗുലറൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ബുക്കിംഗ് നമ്മളിപ്പം ആക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമുക്കിത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ പാസ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സർക്കാർ, ഒരു ജനാധിപത്യ രീതി നമുക്കത് പറയാൻ പറ്റത്തില്ല. മലയാളികളുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം പ്രദർശനം സംഘടിപ്പിക്കുമെന്നും സൗജന്യ പാസുകൾ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുമാണ് റസൂൽ പൂക്കുട്ടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തൗഫീഖ് അസ്ലം, മീഡിയ വൺ, ഡൽഹി.